Let it out. 7, 8, 9, 10. A machine here. There you go. Nobody works like this in this house. 13, come on. 14, come on. 15, shut that muscle down. 16, come on. Get it. 17. They don't know me, son. Get it. 18. They don't know me, son. Get it. They don't 19. know me, son. Yeah. 20, you got They some don't know more in me, you. son. 21. Yeah, get it again. Come on, you want to see it? ഇന്ന് ഒക്ടോബർ 1-ാം തീയതി. അറ്റ്ലീസ്റ്റ് നിങ്ങളിത് കാണുമ്പോൾ ഒക്ടോബർ 1-ാം തീയതി ആയിരിക്കും. ഞാനിത് പല ദിവസമാണ് എടുക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതി മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് വിന്റർ ആർക്ക്. ഇന്ന് ഒക്ടോബർ 1. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇന്നലെ വർക്കൗട്ടിന് ശേഷം ഉടനെ എടുത്ത വീഡിയോ ആണ്. സോ ഞാനതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇത് ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ തടിയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ തടിയില്ലാത്ത മെലിനൊരാളായിരിക്കാം, നല്ലൊരു ബോഡി ഇല്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരാളായിരിക്കാം, ഒക്കെ ആയിരിക്കാം, ഫൈൻ. പക്ഷേ ഇന്ന് തൊട്ട് ഓക്കെ, വിൻ്റർ ആർക്ക് എന്ന് ബേസിക്കലി പറയുമ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി 28 വരെ ഉള്ളൊരു പീരീഡാണ്. 5 മാസം. അപ്പോൾ 5 മാസം വേണ്ട, 3 മാസം മതി. ജാനുവരി 1-ാം തീയതി അങ്ങനെ ഒരു ഡേറ്റ് വെച്ചാൽ മതി. 3 മാസം എന്ന് പറയുമ്പോൾ 90 ദിവസമുണ്ട്. 90 ദിവസം മതി നമുക്ക് നമ്മത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് പല എക്സ്ക്യൂസസ് ഉണ്ടാവും. പൈസ ഉണ്ടാവില്ല, ഇപ്പോൾ ജിമ്മിൽ പോകാനുള്ള പൈസ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. വിൻ്റർ ആർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റാലിറ്റി തന്നെയാണ്. നമ്മൾ ഈ ഒരു നമ്മുടെ ഇവിടെ അത്രയും തണുപ്പുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു തണുപ്പുള്ള സമയത്ത് നമ്മൾ രാവിലെ എണീക്കണം, വർക്കൗട്ട് ചെയ്യണം, നമ്മൾ തന്നെ പുഷ് ചെയ്യണം, നമ്മുടെ ലിമിറ്റ്സ് പുഷ് ചെയ്യണം. ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ സമയമില്ല, വർക്കുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ട് ജിമ്മിൽ പോകാൻ സമയം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും പറയുന്ന ഇതൊരു കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് എനിക്കൊരു ജോലിയുണ്ട്. ഇന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്. ഞാൻ രാവിലെ എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്ന 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് എനിക്ക് ഇവിടെ വരണമെങ്കിൽ അതനുസരിച്ച് ഞാൻ എണീക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇന്നലെ ഉറങ്ങണം, ഇതൊക്കെ ചെയ്യണം. നമുക്കൊരു ദിവസത്തെ 24 മണിക്കൂറുണ്ട്. അതിലൊരു 7 മണിക്കൂർ നമ്മൾ ഉറക്കത്തിന് വേണ്ടി കളയുന്നു, 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്. ബാക്കി സമയം നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി 17 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ആ 17 മണിക്കൂർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന എക്സ്ക്യൂസസ്, ഇപ്പോൾ ഞാനും ഈ വർഷം തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. പിന്നെ അത് നിന്നു, ജിമ്മിൽ പോക്ക് നിന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ വെച്ചു. അതും കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതും നിന്നു. സോ ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ്, നമ്മുടെ മെൻറ്റാലിറ്റി മാറ്റണം. കാരണം നമ്മുടെ മെൻറ്റാലിറ്റി, നമ്മുടെ ബ്രെയിനാണ് നമ്മളെല്ലാത്തിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെല്ലാത്തിൽ നിന്നും പിടിച്ചു നിർത്തുന്നത്. നമ്മൾ സമയമില്ല എന്ന് പറയുന്നതും പൈസ ഇല്ല എന്ന് പറയുന്നതും ഒക്കെ ഒരു എക്സ്ക്യൂസാണ്. നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു എക്സ്ക്യൂസാണ്. സോ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ പലരുടെയും പ്രശ്നം ജോലി ഉണ്ടാവില്ല, നല്ലൊരു ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുന്നൊരു ഭാഗമാണ്. പൈസ ഇല്ലെങ്കിൽ വിൻ്റർ ആർക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബെറ്റർ ആക്കുക. ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുക, കോൾഡ് ഷവർ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക. ഒരു ദിവസത്തിൽ 2 വട്ടം വർക്കൗട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ബുക്കുകൾ വായിക്കുക. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ നമ്മളെങ്ങനെ ബെറ്റർ ആക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കാനുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഈ ഒരു 3 മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളെ തന്നെ കിട്ടും. ഇന്നോട്ട് തുടങ്ങുവാണ്, ഞാൻ ഇന്നോട്ട് തുടങ്ങുവാണ്. നിങ്ങളിപ്പോൾ ഇത് എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. ഞാനായിട്ട് ഇത് ആർക്കും അയച്ചു കൊടുക്കാനും പോകുന്നില്ല. കാണുന്നവർ കാണട്ടെ. അങ്ങനെ കാണുന്നവർ കണ്ടിട്ട് നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാർട്ടാവണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് സെറ്റാക്കുക, മൈൻഡ് സെറ്റ് ഓക്കെ ആക്കുക, നിങ്ങളുടെ മെൻറ്റാലിറ്റി റൈറ്റ് പാത്തിലോട്ടാക്കുക. നിങ്ങൾക്കും തുടങ്ങാവുന്നതാണ്. ഇന്ന് തന്നെ തുടങ്ങാവുന്നില്ല, നിങ്ങൾക്ക് നാളെ തുടങ്ങാം, അതിൻ്റെ അടുത്ത ദിവസം തുടങ്ങാം. പക്ഷെ തുടങ്ങണം, ഒരു ദിവസം തുടങ്ങണം. ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്നവർക്കും ജിമ്മിൽ പോകാൻ കാശില്ല എന്ന് പറയുന്നവർക്കും
ഡയറ്റ് നോക്കാൻ കാശില്ല എന്ന് പറയുന്നവർക്കും, ജിമ്മിൽ പോകാൻ സമയമില്ല എന്ന് പറയുന്നവർക്കും, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ടൈമിങ് കാരണം നിങ്ങൾക്ക് വെളുപ്പിന് എണീക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കും, അല്ലെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നവർക്കും ഒക്കെ വഴികളുണ്ട്. ആ വഴികളൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരാം. സോ ഇന്ന് നേരത്തെ പറഞ്ഞ ഒക്ടോബർ 1-ാം തീയതിയാണ്. സമയം ഇപ്പോൾ 6:45. ഞാൻ ഇന്നോട്ട് തുടങ്ങുവാണ്. ഞാൻ ആക്ച്വലി ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ കഴിഞ്ഞ മാസം തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ കഴിഞ്ഞ മാസം തൊട്ട് വർക്കൗട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ ഒരു മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ സീ, അല്ലെങ്കിൽ ഐ ക്യാൻ ഫീൽ ദ ചേഞ്ചസ് വിത്തിൻ മൈ സെൽഫ്. സോ ഇന്നോട്ട് ഞാനത് സീരിയസ് ആയിട്ട് എടുക്കും. ഈ കഴിഞ്ഞൊരു മാസം എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരിക, വർക്കൗട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, വീണ്ടും രാവിലെ എണീക്കുക, ജോലിക്ക് പോവുക, വർക്കൗട്ട് ചെയ്യുക, ഉറങ്ങുക, ഇതായിരുന്നു. പക്ഷെ ഇന്നോട്ട് ഈ ഒരു സീരിയസ്നെസ് കുറച്ചും കൂടെ ഞാൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. ഡെയിലി ഞാൻ 2 വട്ടം വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെയിറ്റ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ബോഡി വർക്കൗട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം നടക്കാൻ പോവാം, ഓടാൻ പോവാം, അങ്ങനെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാം, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആകുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തെ 2 വട്ടം വർക്കൗട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഒന്ന് ചെയ്യാൻ പോകുന്നത് നടക്കാനോ ഓടാനോ പോകുന്നതായിരിക്കും. പിന്നൊന്ന് വർക്കൗട്ട് തന്നെയായിരിക്കും, പ്രോപ്പർ വർക്കൗട്ട്. അത് ഞാൻ ജിമ്മിൽ പോയിട്ടായിരിക്കില്ല, വീട്ടിലിരുന്നിട്ടായിരിക്കും, ഹോം വർക്കൗട്ടായിരിക്കും. പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന സ്കിൽ ബോക്സിംഗ് ആണ്. എനിക്കൊരു ഹോബിയായിട്ട് ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം ഞാൻ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതിനുവേണ്ടി ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കിന്ന് വർക്കൗട്ട് ഒരു ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ഒട്ടും വയ്യ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അന്നത്തെ ദിവസം വേറെ ബോഡി വർക്കൗട്ട് മീൻസ് ഹോൾ ബോഡി വർക്കൗട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു മസിൽ ഗ്രൂപ്പിന് അങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലത്തെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഒട്ടും മൈൻഡില്ലാത്തതിൻ്റെ അന്ന് പോലും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ½ an hour ബോക്സിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് കൂട്ടണം. അങ്ങനെ ഒരുപാട് പ്ലാൻസ് എനിക്കുണ്ട്. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. പ്ലാൻസ് ആയിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, അതൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യണം. സോ ഈ ഒരു ജേർണി ഇന്ന് തൊട്ട് തുടങ്ങി ജാനുവരി 1-ാം തീയതി വരെയുള്ള എൻ്റെ ഒരു ജേർണി ഞാൻ ഡെയിലി ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. സോ ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ ആർക്കെങ്കിലും വരണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വേണ്ട, ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു മൈൻഡ് സെറ്റ് മാറ്റണം അല്ലെങ്കിൽ മെൻറ്റാലിറ്റി മാറ്റണം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ you can join. You are always welcome. So ഇന്നത്തത് ഇത്ര ഉണ്ടാവുള്ളൂ. നാളെ തൊട്ട് ഞാൻ ഈ സമയമില്ല, പൈസ ഇല്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ടിപ്സും ഉള്ള വഴികളും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. So that's it. Bye.